നമ്മൾ സോളാർ സിസ്റ്റം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓൺ ഗ്രിഡ് സിസ്റ്റവും ഓഫ് ഗ്രിഡ് സിസ്റ്റവും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അത് സക്സസ്ഫുൾ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ഓഫ് ഗ്രിഡ് സിസ്റ്റം അതായത് 60,000 രൂപയ്ക്ക് വെറും 60,000 രൂപയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് ഒരു പാനലും അതുപോലെ തന്നെ ഒരു MPPT, ഒരു ബാറ്ററി, അത് ഒരു ഇൻവെർട്ടർ, ഇതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒരു 60,000 രൂപയ്ക്ക് വെറും 60,000 രൂപ പാക്കേജാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഇൻവെർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നല്ലൊരു സോളാറിൻ്റെ ഓഫ് ഗ്രിഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ പരിചയപ്പെടുത്താൻ തന്നെ ഒരു കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ സോളാർ നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മൊത്തം, അതായത് ബാറ്ററി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നേരെ KCBക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് പകൽ സമയത്ത് ആണെങ്കിൽ കൂടി നമ്മുടെ സോളാർ കാര്യങ്ങളെല്ലാം പകൽ സമയത്ത് വർക്കിംഗ് ആണെങ്കിലും പകൽ സമയത്ത് നമുക്ക് KCB's ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് ആ സോളാറിൻ്റെ എനർജി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആ സമയം KCB ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല, KCBയിലേക്ക് നമുക്ക് ആ യൂണിറ്റ് കൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി സോളാറിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആ സമയത്ത് സോളാറിൻ്റെ സിസ്റ്റമോ അത് KCBയോ രണ്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം ഇതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ കമ്പനി പുതിയ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ കമ്പനിയുടെ പേര് Xpose Alt Energy എന്നാണ്. അതായത് പെരുമ്പാവൂരുള്ള സ്ഥാപനമാണ്. നമുക്ക് ഇതിൻ്റെ ഓൺ ഗ്രിഡ് ആണെങ്കിലും ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള സോളാർ സിസ്റ്റം ആണെങ്കിലും നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ വരുന്ന ഈ പാനലും അതിൻ്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ 2 മണിക്കൂറിനുള്ളിൽ ഒരു വീട്ടിലേക്ക് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്ന രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സോളിഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഈ സോളിഡ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന സോളിഡാണ്, സ്ട്രോങ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡ്, അതായത് സോളാർ പാനലിൽ വെക്കുന്ന സ്റ്റാൻഡ് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടാണ് സാധാരണ വാർക്കയുടെ മുകളിലോ അല്ലെങ്കിൽ എവിടെയാണോ വെക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടാണ് വെക്കുന്നത്. അങ്ങനെ വരുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ലീക്ക് വരാൻ, അത് വെള്ളം കാര്യങ്ങളും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആ സോളിഡാണ് ഈ കാണുന്നത്, സ്ട്രോങ് ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഈ പറയുന്ന സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കും. ആ സ്റ്റാൻഡ് ഉറപ്പിച്ചതിന് ശേഷം, വളരെ സിമ്പിളായിട്ട് തന്നെ ഉറപ്പിച്ചതിന് ശേഷം, നമ്മൾ ഇതിൻ്റെ ആംഗിൾ മെഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു റാഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഒന്ന് സ്ട്രോങ് ആയ രീതിയിൽ തന്നെ ഏത് സ്ഥലത്താണെങ്കിലും, നമ്മുടെ വാർക്കയുടെ പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഷീറ്റിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഉറപ്പിച്ചതിന് ശേഷം പാനൽ, ഈ ഒറ്റ പാനലാണ്, ഈ പാനൽ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് വരുന്ന DC വയർ 6 കെയർ പൈപ്പ് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ DC വയർ പ്ലസ് മൈനസ് വയർ നേരെ നമ്മൾ താഴെ നമ്മൾ എവിടെയാണ് ഇൻവെർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ കൊണ്ടുപോകും. ഇതാണ് നമ്മൾ മുകളിലുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പാക്കേജിൽ ഇപ്പോൾ 60,000 രൂപ എന്ന് പറഞ്ഞ പാക്കേജിൽ നമ്മൾ ഒരു പാനലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാനൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് ടോട്ടൽ ഒരു 2 പാനലോട് കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വരുമെന്നുള്ളൂ. ബേബി ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ പാനൽ പല ഡ്രസ് വർക്ക് ഏരിയകളെന്ന് വെച്ചാൽ പല ആംഗിളായിരിക്കുമല്ലോ അതിൻ്റെ ചരിവ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാനൽ വെക്കുന്നതിന് കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഉണ്ട്, ഒരു ആംഗിൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ആംഗിളിലേക്ക് നമുക്ക് എങ്ങനെ അത് അതിൻ്റെ ബേസ്മെൻ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും? നമ്മുടെ എന്താണ് അതിൻ്റെ ഒരു ഐഡിയ? ഓക്കെ, നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു പ്ലെയിൻ സർഫസിൽ നമ്മൾ കട്ടയുടെ പുറത്ത് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലെയിൻ സർഫസ് അല്ല ഒരു ഷീറ്റിൻ്റെ പുറത്തുള്ള സംഭവം വരുമ്പോൾ നമുക്ക് അത് വ്യത്യാസം വരും, ആംഗിളിൻ്റെ വ്യത്യാസം വരും. ആൾറെഡി നമ്മളിപ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് നമ്മളൊരു 15 ഡിഗ്രി ടു 18 ഡിഗ്രിയിലാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഷീറ്റിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ വീണ്ടും ആ ചരിവ് വീണ്ടും വരും. ആ ചരിവ് നമ്മൾ ഇങ്ങനെ ഒരു ലെഗ്, ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെഗാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഷീറ്റിൻ്റെ പുറത്ത് നമ്മൾ പർലിംഗ് മേലേക്ക് ഇത് സ്ക്രൂ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യും. അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പിടിപ്പിക്കും, ഒരു പീസ് പിടിപ്പിക്കും. ഇത് ശരിക്കും ഒരു 1 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്യൂബാണ്. ഈ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ അകത്തേക്ക് കടത്താൻ പാകത്തിന് ഒരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചുള്ള നമുക്ക് സ്ട്രക്ചറിൻ്റെ സ്റ്റാൻഡ്, നമുക്ക് ലെഗ് ഇതിനുള്ളിൽ ഇൻസെർട്ട് ചെയ്തിട്ട് ഇവിടെ നെട്ടും ബോൾട്ടിട്ട് പിടിപ്പിക്കാം. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏത് ചരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ പറ്റും. ആ ചരിവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ലെഗിൻ്റെ ആംഗിൾ മാറ്റണം. മോളിലുള്ള സോളാർ പാനലിൽ നിന്ന് വരുന്ന DC ഔട്ട്പുട്ട് നമ്മുടെ ഈ 540
വാരിയുടെ പാനല് മോണോപെർക്ക് ഹാഫ് കട്ട് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഒരു 43 വോൾട്ട് ആയിരിക്കും. അതിന് ബിഒസി എന്ന് പറയും. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വരുന്നത് 23 വോൾട്ട് ആയിരിക്കും. ഈ 23 വോൾട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ വഴിയാണ് വരുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളും നടത്തണമെങ്കിൽ ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇത് 32 ആംസിന്റെ DC MCB ആണ്. ഓക്കെ, ഇത് നമ്മളിത് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ഓവർലോഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാനിറ്ററി പവർ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് ഇത് DC പ്ലസ് ആൻഡ് മൈനസ്, ഇത് പ്ലസ് മൈനസ് വന്നിട്ട് MPPTയിലേക്ക് വന്നു കയറിയിരിക്കുകയാണ്. ഓക്കെ, ഇതേ MPPTയിലേക്ക് തന്നെ നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ബാറ്ററിയിലേക്കാണ് വരുന്നത്. നേരെ ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ MPPTയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്ഫർ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സോളാറിൽ നിന്ന് വരുന്ന പവർ, അതായത് നമ്മളിപ്പോൾ 43 വോൾട്ടാണ് അതിൻ്റെ DC വോൾട്ടേജ് 43. ഓക്കെ, അതിന് കറണ്ട് ഇതിനകത്ത് കൺവേർട്ട് ചെയ്യും ഇവിടെ വരുമ്പോൾ. അതായത് നമുക്ക് എത്ര പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നോ അത്രയും പവർ തന്നെ ഔട്ട്പുട്ട് കിട്ടാൻ പാകത്തിനുള്ള ഒരു ഡിവൈസാണ് ഈ MPPT ചാർജ് കൺട്രോളർ. അതായത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 43 ആയാലും നമുക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 12 വോൾട്ട് ബാറ്ററിനെ ചാർജ് ചെയ്യേണ്ട വോൾട്ടേജ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്ന എക്സസ് എനർജി, അതായത് കറണ്ട് ആംബിയർ, അത് നമുക്ക് ശരിക്കും കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററിനെ കൂടുതൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ എത്ര പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നോ അത്രയും പവർ തന്നെ ഔട്ട്പുട്ട് MPPTയിൽ കിട്ടുന്ന വെച്ചാണ് MPPTയുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ്. ഒരു 1450 ഒരു ഇൻവെർട്ടറാണ്. 1450 വാട്ട്സ് അതിൻ്റെ ഇൻവെർട്ടറാണ്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു മെയിൻ സപ്ലൈ കൊടുത്തിരിക്കുന്നു. ഇത് KCBയുടെ മെയിൻ സപ്ലൈ ആണ്. ഇത് ഔട്ട്പുട്ടാണ്, ഇൻവെർട്ടർ ഔട്ട്. ഇതിനകത്ത് ശരിക്കും പകൽ സമയത്ത് കംപ്ലീറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാനലിൽ നമുക്ക് 2 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഒരു ദിവസം 2 യൂണിറ്റ് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. അതായത് എത്രേന്റെ പാനലാണ് നമ്മൾ കൊടുക്കട്ടെ? 540 വാട്ട് പീക്കിന്റെ പാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒരു 2 യൂണിറ്റ് പെർ ഡേ നമുക്ക് ജനറേഷൻ ഉണ്ടാവും, 2 യൂണിറ്റ്. അപ്പോൾ നമുക്ക് പകൽ മുഴുവൻ, അതായത് ഒരു 9 മണി ഒരു നല്ല വെയിലുള്ള സമയത്ത് 9 മണി തൊട്ട് ഒരു 5 മണി വരെ 6 മണി വരെ നമുക്ക് സോളാർ എനർജിയിൽ നമ്മുടെ ഫെസിലിറ്റീസ് വർക്ക് ചെയ്യും. അതായത് 2 യൂണിറ്റിൽ വരുന്ന ഫെസിലിറ്റീസ് നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ വീടിനെ സംബന്ധിച്ച് നമുക്ക് ഫുള്ള് ഫാന് ലൈറ്റ്, അല്ലെങ്കിൽ ചെറിയ ഒരു ഹാഫ് HP ഒരു മോട്ടർ, അല്ലെങ്കിൽ അതായത് നമ്മൾ പവർ പ്ലഗിൽ കൊടുക്കാത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഒരു പരിധി വരെ നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ രാത്രി ഈവനിങ് സൺസെറ്റിന് ശേഷം നമ്മുടെ ഈ ബാറ്ററി ഉണ്ടോ, ഈ ബാറ്ററി ഫുള്ളി ചാർജ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ സോഴ്സ് രാത്രി എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് വീട്ടിലെ മറ്റേ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ബാറ്ററി ആയിരിക്കും, KCB അല്ല. ഓക്കെ, ഇനി ഇതിനെ ഒരു സോളാർ മോഡ് നമ്മൾ സെലക്ട് ചെയ്താൽ ഈ ബാറ്ററി ഈ ഇൻവെർട്ടർ ഒരു 50% നമ്മുടെ ബാറ്ററി 50% ഡിസ്ചാർജ് ആവുന്നവരെ ഈ സോളാർ എനർജി തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം മാത്രമാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഈ ശരിക്കും പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ ആണ്. ശരിക്കും സൈൻ വേവ് ഇൻവെർട്ടർ ആണ്, 1450 ഇൻവെർട്ടർ ആണ്. പ്യുവർ സൈൻ വേവിനാണ് ഔട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ബാറ്ററി ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഈ 50% ഡിസ്ചാർജ് ആവുന്നവരെ നമുക്ക് സോളാർ എനർജിയിൽ പ്രവർത്തിക്കും. അപ്പോൾ അതിനനുസരിച്ച് 50% ഡിസ്ചാർജ് ആവുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ വെളുത്ത് 10 മണിക്ക് സൺലൈറ്റ് നന്നായിട്ട് ഉണ്ടാവുന്നവരെ നമുക്ക് സോളാർ എനർജി തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് KCB അവിടെ വരുന്നേ ലഭിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ കുറച്ച് ഒരു 5-8 ലൈറ്റ്, ഒരു 5-8 ഫാന്, അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പാക്കേജ് എന്ന് പറയുന്നത് 540യുടെ ഒരു പാനല്, പിന്നെ ഒരു MPPT,
പിന്നെ ഒരു ഇൻവെർട്ടർ, പിന്നെ ഒരു 150 ഒരു ബാറ്ററി, പിന്നെ അതിന്റെ കേസ് ലെഡ് ആസിഡ് ബാറ്ററി. ഇനി ലെഡ് ആസിഡ് ബാറ്ററി അല്ല നമുക്ക് ഇനി റീപ്ലേസ് ചെയ്യാം. കുറച്ചും കൂടെ ഹയർ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജിയിലുള്ള ബാറ്ററീസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടി പ്രൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇരട്ടിയാവും. മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ആയിരിക്കും. ലിഥിയം ബാറ്ററീസ് ഇറങ്ങുന്നുണ്ട്, ലിഥിയം അയൺ ബാറ്ററീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും നമ്മുടെ പാക്കേജിൽ. നമുക്ക് ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് നമുക്ക് എങ്ങനെയാണ് വാറണ്ടി വരുന്നത് നമുക്ക് ഈ പാക്കേജിൽ വരുമ്പോൾ? പാക്കേജിൽ ഇത് രണ്ട് MPPT ഇതും 5 വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. പ്രോഡക്റ്റ് ആണ്, 5 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. ബാറ്ററിക്കും 5 വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നു. ഓക്കെ. പിന്നെ അതിന്റെ എക്സൈഡ്, പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെയാണ് വരുന്നത് അല്ലേ? ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം ഇതിന് കൂടെയാണ് വരുന്നത്. ഇൻസ്റ്റലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് DC കേബിൾ, DC കേബിൾ മാത്രമാണ് മോളിൽ വരുന്നത്. ഓക്കെ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് എടുക്കണം. പിന്നെ ഒരു MCP വഴി നമുക്ക് MPPT പോകും. ഈ MPPT ബാറ്ററിയുടെ ടെർമിനൽ കണക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിന്റെ കണക്ഷൻ ഇത്രയോട് കഴിയും. ഇനി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സപ്ലൈ നമ്മൾ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നു. ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, കയ്യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പാക്കേജിന് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു പാനലും ഒരു ബാറ്ററിയും ഈ ഇൻവെർട്ടറും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു 60,000 ഈ പാക്കേജിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും, ഇൻക്ലൂഡിംഗ് ആൾ വിത്ത് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ എവിടെയായാലും നമ്മൾ സാധനം കൊണ്ടേ വെച്ച് കൊടുക്കും ഈ പ്രൈസിന് വെച്ച് കൊടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോയി, ഇത് കണ്ടില്ലേ ബോക്സ്, അടിപൊളി ബോക്സ് നോക്കി. ഈ ബോക്സും ഈ പാക്കേജിന് കൂടെ വരണം. ഓക്കെ. ഇതാവുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനെല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് 6 വീലുകൾ, കാസ്റ്റർ വീല് 6 ഉണ്ട്. ഈ 4 കൂടാണ്ട് ഇതിന്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്ററിൽ 2 അഡീഷണൽ വീൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ബോക്സ് അടക്കമാണ്, ഈ സ്റ്റാൻഡ് അടക്കമാണ് നമ്മുടെ ഈ പ്രൈസ്, ഈ പാക്കേജ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ചും കൂടെ യൂസ് കൂടുതലുള്ള വീട്ടില്, നമുക്ക് വലിയൊരു വീടാണെന്ന് വെച്ചോ, അപ്പോൾ കൂടുതൽ ലൈറ്റ് കൂടുതലുണ്ടാവും, ഫാൻ കൂടുതലുണ്ടാവും. അപ്പൊ ഞാനീ പറയുന്നതിലൊന്നും എന്താ പറയുക, പവർ പ്ലേക്ക് കൊടുക്കുന്ന നമുക്ക് AC അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഹയർ സൈഡിൽ പോകണം. ഒരു 3 kVA മുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഞാനിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാനല്, ഒരു ബാറ്ററി, ഒരു ഇൻവെർട്ടർ, ഒരു MPPT, ഈ സിസ്റ്റമാണ് പറയുന്നത്. ഇനി കുറച്ചും കൂടെ കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന ഒരു വീടിനെ സംബന്ധിച്ച് 2 പാനല്, 2 ബാറ്ററി, പിന്നെ ഈ MPPT, ഈ ഇൻവെർട്ടർ നമുക്ക് ഇത് 1450. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ MPPTയും ഈ ഇൻവെർട്ടറും സെയിം തന്നെ മതി. ഈ MPPT ഇൻവെർട്ടറും സെയിം തന്നെ മതി. വ്യത്യാസം പറയുന്നത് പാനൽ, ഒരു പാനലിന്റെ സ്ഥാനത്ത് 2 പാനൽ വരും, 2 അഡീഷണൽ പാനൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സ്ട്രക്ചർ നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ബാറ്ററിയും ഇതുപോലെ തന്നെ 2 ബാറ്ററി വരും. 2 ബാറ്ററി വരും. ഓക്കെ. അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാണ്? അതിനനുസരിച്ചിട്ട് ബാറ്ററി നമ്മളിപ്പോ ഒരു 1 lakhന്റെ അടുത്ത് വരും എക്സ്ട്രാ. അതായത് എക്സ്ട്രാ 60,000 കൂടെ ഒരു 35,000 to 40,000 എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ പാക്കേജ് വരുന്നത്. ഇനി കൂടുതൽ നമുക്കിപ്പോ 3 kVA സിസ്റ്റം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫെസിലിറ്റീസും വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ പാനൽ വെച്ചിട്ട് 2 പാനലുകൾ കൂട്ടി കഴിയുന്നുണ്ടെങ്കിൽ ഒരു 4 പാനല് 4 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വീട്ടിലെ AC വരെ വർക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോ പരിചയപ്പെട്ടത് ഓഫ് ഗ്രിഡ് ആണ്. അതെ, ഓഫ് ഗ്രിഡ് ആണ് പരിചയപ്പെടുന്നത്. ഇതിനെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 4 പാനല് 4 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ആകുമ്പോൾ ഒരു 3 kVA ഇൻവെർട്ടർ, 3 kVA ഇൻവെർട്ടർ വെച്ചിട്ട് ഇത് 3 kVA ഇൻവെർട്ടറാണ്. ഇത് വാലിഡ് പ്രോഡക്റ്റ് ആണ്. ഈ 3 kVA ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മൾ ഈ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ AC വർക്ക് ചെയ്യും, ഫ്രിഡ്ജ് വർക്ക് ചെയ്യും, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. അവർ ഈ ലൈനിന്റെ ടച്ചിങ്സ് വെട്ടാൻ വേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് സപ്ലൈ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നമ്മൾ ഈ വീട്ടിലെ എല്ലാ ഫെസിലിറ്റീസും ഈ സോളാർ എനർജി വർക്ക് ചെയ്യും. ഓക്കെ. അതുകൂടാണ്ട് നമുക്ക് ഈ ബാറ്ററി ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിലും നമ്മുടെ ഫെസിലിറ്റീസ് ഒരു പരിധി വരെ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് 50% ബാറ്ററി ഡിസ്ചാർജ് ആവുന്നവരെ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യും. 50% താഴെ വന്നാൽ മാത്രമാണ് KCBയുടെ പവർ സപ്ലൈ ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മുടെ ഇൻവെർട്ടറിൽ അതിന്റെ സെറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കേജ് ഒന്നുകൂടി പരിചയപ്പെടുത്താം. നമ്മൾ 60,000 രൂപയ്ക്ക് കൊടുക്കുന്ന പാക്കേജിൽ
ഫസ്റ്റ് തന്നെ അതായത് 540 540 വാട്ട് വരുന്ന മോണോ പെർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യും. ഏതാണ് ഷീറ്റാണ് ഈ ഷീറ്റ്, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയുന്ന വാർക്കയാണെങ്കിൽ വാർക്കയിൽ എല്ലാം ഫിക്സ് ചെയ്തിട്ട് നേരെ അവിടെ നിന്നും 6 mm വയറാണ് നമ്മൾ കൊടുക്കുക. DC വയർ കൊടുത്ത് നേരെ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ DC MCBകൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വരുന്ന സെക്ഷൻ MPPT ആണ്. അതായത് 40 ആംസിൻ്റെ MPPT ആണ് നമ്മൾ ഈ പാക്കേജിലൂടെ കൊടുക്കുന്നത്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പാക്കേജ്, രണ്ടാമത്തെ പാക്കേജ് കൊണ്ട് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. MPPT 40 ആംസിൻ്റെ നമ്മൾ കൊടുത്തു. അതിനുശേഷം പിന്നെ വരുന്ന സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടറാണ്. 1450 വാട്ടിൻ്റെ പ്യുവർ സൈൻ വേവ് വരുന്ന ഇൻവെർട്ടറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് രണ്ടിനും MPPTക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിനും ബാറ്ററിക്കും 5 വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ബാറ്ററി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സൈൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് 150 AHൻ്റെ സോളാറിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിക്ക് സെപ്പറേറ്റ് 5 ഇയർ വാറണ്ടി ഉണ്ട്, MPPTക്ക് സെപ്പറേറ്റ് വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിനും സെപ്പറേറ്റ് വാറണ്ടി ഉണ്ട്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഇൻവെർട്ടറും അതുപോലെ തന്നെ ബാറ്ററി വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് നിങ്ങൾ സെപ്പറേറ്റ് കണ്ടിട്ടുണ്ടാവും, ഒരു ക്യാബിൻ കണ്ടിട്ടുണ്ടാവും, അത് നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അതായത് എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൊത്തം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പാക്കേജിൽ നമ്മൾ ചെയ്ത് തരുന്നത്. അപ്പോൾ 60,000 രൂപയുടെ പാക്കേജാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇനി കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥാനത്ത് ഇതേ MPPT ഇതേ നമ്മുടെ ഈ പറയുന്ന ഇൻവെർട്ടറും വെച്ചതിന് ശേഷം 2 ബാറ്ററിയും 2 പാനലും കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഇതേ MPPTയും ഇതേ ഇൻവെർട്ടറും തന്നെ നമുക്ക് 2 പാനൽ കൊടുക്കാം, 540യുടെ 2 പാനൽ കൊടുക്കാം, അതുപോലെ തന്നെ 2 ബാറ്ററിയും കൊടുക്കാം, 150 AHൻ്റെ 2 ബാറ്ററിയും കൂടി കൊടുക്കാം. അതിന് കമ്പനി നമ്മളോട് പറയുന്ന എമൗണ്ട് ഏകദേശം 95 to 1 lakh ആണ് പറയുന്നത്. 95,000 1 ലക്ഷത്തിന് ഇടയ്ക്കാണ് വരുന്നത്. അത് ഈ പറഞ്ഞ രീതിയിൽ എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്, ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന പാക്കേജ്. പിന്നെ ഒരു കാര്യം കൂടി കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രീഷ്യന്മാർക്ക് സെപ്പറേറ്റ് ഒരു സ്കീം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് പുതിയൊരു പ്രൊഡക്ട്സിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും സെപ്പറേറ്റ് ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഈ പാക്കേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുമാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് കമൻറ്റിൽ സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായ വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ലഭിക്കുള്ളൂ, ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my